ഹായ് ഗായ്സ്. സോ ഞാൻ എൻ്റെ പാക്ക് ആൻഡ് സെയിൽ വന്നേക്കുന്നത് ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഇത് ഇവിടുത്തെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് ഗ്രോസറീസ് വാങ്ങും. ചീപ്പസ്റ്റ് ആണെന്ന് അത്രയും ചീപ്പസ്റ്റ് അല്ല, എന്നാലും ഗ്രോസറീസ് അത്യാവശ്യം അഫോർഡബിൾ റേറ്റിൽ ന്യൂസിലൻഡിൽ വാങ്ങാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ്. ഞാനപ്പോൾ അതിൻ്റെ ഉള്ളിലും ബാക്കിയുള്ള കാര്യങ്ങൾ കാട്ടിത്തരാം കേട്ടോ. സോ ഈ പാക്ക് ആൻഡ് സേവ് വരുന്നത് റൊട്ടറുവ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ എവിടെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അത് കാണാത്ത ആൾക്കാരോട് പറയുന്നത് ഞാൻ നോർത്ത് ഐലൻഡിലാണ്. ഇത് ഏകദേശം റൊട്ടറുവ സെൻറ്ററിൽ വരുന്ന പാക്ക് ആൻഡ് സേവ് ആണ്. ഈ എൻട്രി വഴി കയറി കഴിയുമ്പോൾ ഇവിടെ കുറേയൊക്കെ സാധനങ്ങൾ പുറത്തുണ്ടാവും. ഈ വീടിന് ഫ്രണ്ടിൽ ഇടാനുള്ള സാധനങ്ങൾ ആവശ്യമുള്ളത്. ബാക്കി ഇപ്പോൾ ഉള്ളതെല്ലാം ചിലതിന് എക്സ്ട്രാ ലോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണുന്ന പോലെ റേറ്റ് കുറവായിട്ട് കാണാം. ചില സമയത്ത് ഇവിടെ തക്കാളിയോ അങ്ങനെ സാധനങ്ങളൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും, ചിലപ്പോൾ നല്ല റേറ്റ് ആയിരിക്കും. ഇടയ്ക്ക് ഡിപ്പെൻഡബിൾ ആണ്. പക്ഷെ വേറെ സ്റ്റോർസ് അപേക്ഷിച്ച് നോക്കുമ്പോൾ നിലവിൽ ഇവിടെയാണ് കുറച്ചും കൂടി ചീപ്പസ്റ്റ് ആയിട്ട് വരുന്നത്. ഇത് ഇവിടെ ട്രിപ്പൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവും. കുറേ ആൾക്കാർ ഒന്നും അറിയില്ല. നമുക്ക് നോർമലി ചില ചെറിയ കടകൾ നോക്കി വാങ്ങുന്ന ആൾക്കാർ മിക്ക ആൾക്കാരും നല്ല രീതിയിൽ കാശ് കുറച്ചധികം പൊട്ടിച്ചിട്ടാണ് സാധനം വാങ്ങാറ്. പക്ഷെ ഇവിടെ എല്ലാം ഇപ്പോൾ മീറ്റ് ഏതാണെങ്കിലും ചിക്കൻ ആണെങ്കിലും പോർക്കാണെങ്കിലും എടുക്കണം, ഇവിടെ റേറ്റ് കുറവാണ്. പക്ഷെ ഇതിനേലും റേറ്റ് കുറവായിട്ടുള്ള മീറ്റ് മാത്രം കുറച്ചും കൂടി റേറ്റ് കുറവുള്ള കടയുണ്ട്. ഇതിവിടെ കിട്ടുന്നത് മിക്ക സാധനവും കിട്ടുന്നുണ്ട്. ഇവിടെ ഉള്ളതിലിപ്പോൾ ഞാൻ പോകുന്നത് എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള ഒരു സെക്ഷൻ. ഈ സൈഡിൽ കുറച്ച് സപ്ലിമെൻറ്റ്സ് മെഡിസിൻസൊക്കെ ഇവിടെ ഉണ്ടാവും. കാരണം ഇവിടുത്തെ ആൾക്കാരൊക്കെ നേരിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വാങ്ങുന്നത്. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഗു എന്ന് പറയും. ഇതിനുള്ള മറ്റേ കരിക്കിൻ്റെ സാധനം ഉണ്ടാവും, അപ്പോൾ അതിനെ കടിക്കാൻ കിട്ടും. അതിന് കുറേ ഫ്ലേവർ ഉണ്ട് കേട്ടോ. ഇവിടെ പിന്നെ കേക്കുകളൊക്കെ നോക്കി നിൽക്കാനാണ് ഏറ്റവും നല്ലത്, കാരണം നല്ല റേറ്റാണ്. അങ്ങനെ കേക്കുകൾ ഇവിടെ അങ്ങനെ വാങ്ങൽ ചില ആൾക്കാരേ ഉള്ളൂ. സ്പഞ്ച് കേക്കൊക്കെ വാങ്ങാറ്, പിന്നെ ഇവിടെ അല്ലെങ്കിൽ ചീസ് കേക്കൊക്കെ വാങ്ങാറുണ്ട്. പിന്നെ എല്ലാ ആൾക്കാരും ഉപയോഗിക്കുന്നതാണ് പയ്യൊക്കെ, അതാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. ഇത് ഇവിടുത്തെ ഗ്രിൽഡായിട്ടുള്ള ചിക്കൻ സാലഡ്സും ഇതൊക്കെ ഇവിടെ തന്നെ വാങ്ങി ഫ്രണ്ടിൽ പോയി ബില്ല് ചെയ്ത് അവിടെ നിന്ന് എടുത്താൽ മതിയാവും. ബാക്കിയുള്ളത് എല്ലാം ചീസും സോസേജസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ അവൈലബിലിറ്റി ഉള്ളത്. അപ്പോൾ ഞങ്ങളുള്ളത് ഇപ്പോൾ ഈ ബണ്ണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഇവിടുത്തെ മക്ഡൊണാൾഡ്സ് അവിടുത്തെ അങ്ങനത്തെ കുറേ കടകളിൽ നിന്ന് വാങ്ങണേലും കുറച്ചും കൂടി സാധനങ്ങൾ മീൻസ് അതിൻ്റെ മെയിനായിട്ടുള്ള മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങി ചെയ്യണതായിരിക്കും. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ചീപ്പായിട്ട് കിട്ടുന്നതാണ് ഈ ബെറീസും ഫ്രോസൺ ആയിട്ടുള്ളത്. ഈ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടാവും, ഈ മാംഗോസിൻ്റെ സാധനങ്ങൾ. ഞാൻ നിലവിൽ അത് വാങ്ങാനാണ് അങ്ങോട്ട് വന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇത് വാങ്ങും, ഇടയ്ക്ക് ഈ പാലിലൊക്കെ അടിച്ചെടുക്കും. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. ഇത് അതേപോലെ തന്നെ ചിക്കനും ഇതൊക്കെ ഇവിടെ കുറച്ച് കൂടുതൽ കിട്ടും. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് വാങ്ങാറ്. അത് ഞാൻ വേറെ ഈ വീഡിയോയിൽ കാട്ടിത്തരാം. ഇവിടെ അതേപോലെ കുറച്ചും കൂടി ഈ ഡ്രൈ ഫ്രൂട്ട്സും അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടും. പാലിവിടെ ഇവിടെ നിന്ന് വാങ്ങാറുണ്ട്. ഇതിന് തന്നെ രണ്ട് മൂന്ന് ഓപ്ഷൻസ്, ഓരോ പ്രൊഡക്ട്സിനും കുറച്ച് ചീപ്പായിട്ട് കിട്ടുന്ന വേറെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇത് ഞാൻ ചീപ്പായെന്ന് പറഞ്ഞത് മിക്ക ആൾക്കാരും പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക്, ഇവിടെ ന്യൂസിലാൻഡ് വരുന്ന ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവും. പിന്നെ ഇവിടെ ഈ ഫ്രൂട്ട്സ് ഏറ്റവും ഫ്രണ്ടിലത്തെ സെക്ഷനുണ്ട്. ഇവിടെ മസിൽസ് അതൊക്കെ ഉണ്ടാവും, അത് നോക്കി വാങ്ങാം. അതല്ലാത്ത മീറ്റുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ എടുക്കുന്നത് ക്രോബസാണ്. അങ്ങനെ കുറച്ച് കുഞ്ഞു സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇവിടെ ഈ ഐസ്ക്രീംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കുറച്ചും കൂടി റേറ്റ് കുറവാണ്. ഞാൻ കണ്ടത് വെച്ചിട്ട് ഇവിടുത്തെ ഒരു $4 $5 മാക്സിമം $10-12 വരില്ല. അത് നല്ല പ്രീമിയം ഐസ്ക്രീംസാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സെക്ഷൻ. ഇവിടെ അത്യാവശ്യം ചീപ്പറായിട്ട് തന്നെ കിട്ടും. പക്ഷേ പുറത്ത് നിങ്ങൾ വാങ്ങുവാണെങ്കിൽ അതിന് കൂടുതൽ റേറ്റ് ആയിരിക്കും. ഇത് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ ഒരു $12 മാക്സിമം $4 അതും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ളത് കിട്ടും. ഇതിന് ഇവരിവിടെ ഇടയ്ക്ക് ഇങ്ങനെ മീൻസ് പെട്ടെന്ന് കഴിക്കാനായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടാകും. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ചില ആൾക്കാരൊക്കെ റെഡി ഫുഡ്സാണ് കഴിക്കാറ്. അത് ഇവിടെ നോർമലാണ്, റെഡി ടു ഈറ്റ് ഫുഡ്സ്. അതല്ലാണ്ട് ഇവിടെ നിന്ന് ഡ്രിങ്ക്സോ അതല്ലെങ്കിൽ ഈ വൈൻ അങ്ങനെ എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പാസ്പോർട്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും 18 ഇയർ എബവ് ആണെന്ന് കാണിക്കുന്ന എന്തെങ്കിലും കാണിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് സാധനം എടുക്കാൻ പറ്റത്തുള്ളൂ. അതല്ലാന്നാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൽ ഇത് ചെയ്യണ സമയത്ത് ആക്ഷൻ റിക്വയർഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അവർ വന്ന് ചോദിച്ച് നമുക്ക് ഇവിടെ അത് കൊടുക്കാനുള്ള ഒരു പെർമിഷൻ്റെ മിനിമം, ഈ പാസ്പോർട്ടെങ്കിലും മിനിമം ഇല്ലയെന്നാണെങ്കിൽ നിങ്ങൾക്കത് വാങ്ങാൻ പറ്റില്ല. 2 പേരാണെങ്കിലും 2 ആൾക്കാർക്കും ഈ ഒരു ID കാണിക്കേണ്ടി വരും. നമുക്ക് ഇങ്ങനത്തെ ആൽക്കഹോളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ പെർസെൻറ്റേജ് അല്ല, എന്നാലും
അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. പുറത്തുനിന്ന് ട്രാവൽ ചെയ്യുന്ന മിക്ക ആൾക്കാർക്കും ക്യാഷ് ആയിരിക്കും ഉണ്ടാവുന്നത്. കാർഡില്ലാണ്ട് കുറേ കാര്യങ്ങളൊന്നും ഇവിടെ വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ഏരിയ എവിടെയാണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.